ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തുമ്മാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? എന്ന് പറയാൻ പോകുന്നത് അലർജിയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരുപക്ഷേ ബെഡ്റൂമിലായിരിക്കും. ബെഡ്റൂമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നിലം നനച്ച് തുടക്കുക എന്നുള്ളതാണ്. വെറ്റ് മോപ്പിംഗ്. അടിച്ചു വരുമ്പോൾ നമ്മൾ അടിയിലുള്ള പൊടിയും പടലങ്ങളൊക്കെ മേലോട്ട് പോകും. അത് നമ്മൾ ഫാനിലൂടെ രാവിലെ വരെ ശ്വസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിലം നനച്ച് കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇത് തിളപ്പിച്ചലക്കി വെയിലത്തിട്ട് ഉണക്കുക. അതുപോലെ ഇസ്തിരി ഇടുക. നമ്മൾ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് അലർജിക് ഡസ്റ്റ് മൈറ്റ്, നമ്മൾ പൊടിച്ചെള്ള് എന്ന് പറയും. അത് നമ്മൾ ബെഡ്ഷീറ്റിലുണ്ടാവും. നമ്മൾ തൊലി തിന്ന് ജീവിക്കുന്ന ഒരു സൂക്ഷ്മജീവിയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അത് ചാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ്, പില്ലോ കവർ തിളപ്പിച്ചലക്കി വെയിലത്തിട്ട് ഉണക്കി ഇസ്തിരി ഇടണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫാൻ, എ സി, ഫാനും എ സിയും കൂടി ഉപയോഗിക്കരുത്. നേരെ ഫാൻ, എ സിയൊക്കെ നേരെ മുഖത്തോട്ട് അടിക്കരുത്. ഫാൻ, എ സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കുറക്കുക, നേരെ മുഖത്തോട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക. ഫാനിനേക്കാളും നല്ലത് എ സിയാണ്. കാരണം ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പുറത്തുള്ള പൊടി അകത്തോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എ സി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ, എ സി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എ സി ഉപയോഗിക്കാം. എ സി ഉപയോഗിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ 25ൻ്റെ മുകളിൽ 26, 27, 28 ഡിഗ്രിയിൽ വെക്കാം. അതിൻ്റെ എ സിയുടെ ഫാൻ സ്പീഡ് കുറക്കാം. എ സിയും ഫാനും കൂടി ഉപയോഗിക്കാതിരിക്കുക. എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാതിൽ, ജനലുകളൊക്കെ വൈകുന്നേരങ്ങളിൽ അടച്ചിടുക. നമ്മൾ പുറത്തുള്ള അലർജൻസ് അകത്തോട്ട് വരാതിരിക്കാൻ സഹായിക്കും. അതുപോലെ നമ്മൾ പൊടി കൂടിയ സാധനങ്ങൾ ബെഡ്റൂമിൽ ഉണ്ടാവരുത്. ബ്ലാങ്കറ്റ്, കമ്പിളി, കാർപ്പറ്റ്, മുസല്ല, കർട്ടന്, പാവക്കുട്ടികൾ, പഴയ ബുക്ക്, ഡ്രസ്സ്, പാവക്കുട്ടികൾ, നമ്മൾ പൊടി നിൽക്കുന്ന ഒരു സാധനവും ബെഡ്റൂമിൽ ഇല്ലാതിരിക്കുക നല്ലത്. ബെഡ്റൂമിൽ മിനിമം എക്യുപ്മെൻറ്റ്സ്, മിനിമം കാര്യങ്ങൾ, ഒരു ബെഡ്ഷീറ്റ്, ഒരു ബെഡ്, പില്ലോ, എളുപ്പം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. മറ്റുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ അലർജി ഉള്ള ആൾക്കാർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ചിലവഴിക്കുന്നുണ്ടാവുക അടുക്കളയിലായിരിക്കും. അടുക്കളയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ അതാത് ദിവസങ്ങളിൽ നമ്മളുടെ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വേസ്റ്റ് ബിന്നുകൾ അടച്ചു വെക്കുക. നമ്മൾ അടുക്കളയിൽ വരുന്ന അലർജൻസ് പറഞ്ഞാൽ കൂറ, പാറ്റ, അതുപോലെ മറ്റുള്ള ഇൻസെക്റ്റുകളാണ്. അപ്പോൾ അത് അലർജി ഉണ്ടാക്കും. അപ്പം ഇത് നമ്മൾ പാത്രങ്ങൾ കഴുകി വെക്കുന്നതോടുകൂടി തന്നെ, അതുപോലെ നമ്മൾ വേസ്റ്റ് ബിന്നുകളൊക്കെ അടച്ചിടുന്നതോടുകൂടി ഇത്തരം പ്രാണികളൊക്കെ വരാനുള്ള സാധ്യത കുറയും. പിന്നെ നമ്മൾ ബാത്റൂമിലാണ് ശ്രദ്ധിക്കേണ്ടത്. ബാത്റൂമിൽ നമ്മൾ ലീക്ക് ഉള്ള ടാപ്പുകൾ, പൈപ്പുകളൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് വെള്ളം ഉറ്റി വീഴുന്ന സ്ഥലങ്ങളിൽ പൂപ്പൽ ബാധയുണ്ട്. അപ്പോൾ അത് ഫംഗസ്, ആൽഗ പോലുള്ള കാര്യങ്ങൾ, അത് അലർജനാണ്, കോമൺ അലർജനാണ്. അപ്പോൾ അത് ഇത്തരം പൈപ്പൊക്കെ ലീക്കുള്ള ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക. അതുപോലെ നമ്മൾ പട്ടി, പൂച്ച, പക്ഷികൾ, കോഴി, ഇതൊക്കെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇത്തരം നമ്മൾ ജീവികൾ, പെറ്റിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ വാഷ് ചെയ്യുക, അതല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. നമ്മൾ കോഴിക്കൂട് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദൂരെ നമ്മൾ അടുത്തോട്ട് പോകാതെയൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ഇത്തരം കാര്യങ്ങൾ, പൊടി, പുക, തണുപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അലർജി ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതാണ് അലർജൻ അവോയ്ഡൻസ് എന്നറിയുന്നത്. അപ്പോൾ അലർജി എന്നുള്ളത് ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ എല്ലാ അലർജിയും നമ്മൾ മരുന്ന് കൊണ്ട് മാറണമെന്നില്ല. മരുന്നിൻ്റെ അതേപോലെ തന്നെ പ്രധാനമുള്ളതാണ് അലർജൻ അവോയ്ഡൻസ്. അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അലർജി കുറയും.